ദിലീപ്, ഗുഡ് മോർണിംഗ് ദിലീപ്. 7ഓളം കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പ്രേക്ഷകർ ഒരിക്കൽ കൂടി പറയട്ടെ, ആശങ്ക വേണ്ടതില്ല. കണ്ടെയ്നറുകളെല്ലാം ഒഴിഞ്ഞ നിലയിലാണ് ഉള്ളത്. ക്രെയിൻ ഉപയോഗിച്ചവ ഉയർത്തും, അഥവാ പരിശോധിക്കും. തൽക്കാലം നിങ്ങൾ കണ്ടെയ്നർ അടുത്തേക്ക് പോവുകയോ അത് പരിശോധിക്കാനോ നിൽക്കരുത്. അപ്പോൾ ദിലീപ് പറഞ്ഞോളൂ, എന്താണ് ശക്തികുളങ്ങരയിൽ ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് 7ഓളം കണ്ടെയ്നറുകൾ ശക്തികുളങ്ങര, ചവറ, ചെറിയഴീക്കൽ ഭാഗങ്ങളിലായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. 4ഓളം കണ്ടെയ്നറുകൾ കൂടി ശക്തികുളങ്ങര ഭാഗത്തേക്ക് ഒഴുകി വരുന്നു എന്നാണ് അല്പസമയം മുമ്പ് അത് കണ്ടിരുന്ന ഒരു പ്രദേശവാസി പ്രകാശ് പറഞ്ഞത്. ദിലീപ് കേൾക്കാമെങ്കിൽ ദിലീപ്, ഗുഡ് മോർണിംഗ്. തുടരാം. ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത്, അതായത് ഇന്നലെ രാത്രി 10:30 കൊല്ലം തീരത്ത് ആദ്യമായിട്ടൊരു വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്നലെ രാത്രി 10:30 ആദ്യത്തെ കണ്ടെയ്നർ കൊല്ലം തീരത്ത് കാണുന്നത്. അത് ചെറിയ അഴീക്കലിലായിരുന്നു ആ കപ്പൽ കണ്ടെത്തിയത്, കണ്ടെയ്നർ കണ്ടെത്തിയത്. അതിനുശേഷം ഇന്ന് രാവിലെയാണ് മറ്റേ പരിമണത്ത് 3 കണ്ടെയ്നറുകൾ കണ്ടെത്തി. അതിന് തൊട്ട് പിന്നാലെ ശക്തികുളങ്ങര മദാമത്തോപ്പിലും കണ്ടെയ്നറുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കണ്ടെത്തിയ കണ്ടെയ്നറുകൾ 3 ഈ ശക്തികുളങ്ങര മദാമത്തോപ്പിൽ അടിയുകയും 4 ഒഴുകി എത്തുന്ന നിലയിലുമാണ് ഉള്ളത്. ഇത് പ്രദേശവാസികൾക്ക് മറ്റ് 2-3 കണ്ടെയ്നറുകൾ, അതായത് പരിമണത്തുള്ള കണ്ടെയ്നറുകളെ കുറിച്ചുള്ള അതിൽ കാലിയാണെന്നുള്ള വിവരം നാട്ടുകാർക്ക് ലഭിച്ചു. പോലീസ് അടക്കം സ്ഥലത്തെത്തുകയും ചെയ്തു. പക്ഷേ ശക്തികുളങ്ങര മദാമത്തോപ്പിലുള്ള കണ്ടെയ്നറുകൾ അത് അടച്ചിട്ട നിലയിലാണെന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളില്ല എന്നുള്ളതാണ്. 73 കണ്ടെയ്നറുകളും കാലിയായ കണ്ടെയ്നറുകൾ ആണ്. ഈ കാലിയായ കണ്ടെയ്നറുകൾ തന്നെയാണ് ഈ തീരത്തേക്ക് ഒഴുകി എത്തുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തികുളങ്ങരയിലുണ്ട്. നമസ്കാരം പ്രകാശൻ, വെരി ഗുഡ് മോർണിംഗ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ പ്രകാശന് കാണാൻ സാധിക്കുന്നത് എന്താണ്? 3 കണ്ടെയ്നറുകൾ ശക്തികുളങ്ങരയിൽ അടിഞ്ഞിട്ടുണ്ട്. 4 ഇപ്പോൾ ശക്തികുളങ്ങര തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുവെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഓക്കെ, പ്രകാശനിലേക്ക് നമുക്ക് തിരികെ വരാം. നിലവിലുള്ള ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം ചെറിയഴീക്കൽ, ചവറ, ഒപ്പം തന്നെ ശക്തികുളങ്ങര ഭാഗങ്ങളിലായിട്ട് 7ഓളം കണ്ടെയ്നറുകളാണ് അടിഞ്ഞിരിക്കുന്നത്. ഞാൻ പ്രകാശനിലേക്ക് പോകാം. പ്രകാശ്, ഗുഡ് മോർണിംഗ്. പ്രകാശൻ, നിലവിൽ 3 കണ്ടെയ്നറുകൾ ശക്തികുളങ്ങരയിലെത്തി, 4 തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെയല്ലേ? അതെ 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 അതെ. ഈ നമ്മൾ കണ്ട കണ്ടെയ്നറുകളുടെ അവസ്ഥ എന്താണ്? എല്ലാം തുറന്നിട്ടാണോ ഉള്ളത്? അല്ല, ഇപ്പൊ നിലവിൽ നമ്മൾ കരയിൽ അടിച്ചിരിക്കുന്ന കണ്ടെയ്നറിൽ 3 സീൽഡാണ്. അത് തുറന്നിട്ടുണ്ട്. അതിൽ ഒരു കണ്ടെയ്നർ കംപ്ലീറ്റ് പൊളിഞ്ഞിട്ടുണ്ട്. പൊളിഞ്ഞ് പോയിട്ട് അതിന്റെ ചെറിയൊരു അവശിഷ്ടം മാത്രമേ അതിനകത്തുള്ളൂ. അതിന്റെ അവശിഷ്ടങ്ങളിൽ അതായത് 4 കണ്ടെയ്നറുകളിൽ 3 കണ്ടെയ്നറുകൾ സീൽഡ് ആണ്, അടഞ്ഞു കിടക്കുന്നു. ഒരെണ്ണം മാത്രം തുറന്ന് പൊളിഞ്ഞു കിടക്കുകയാണ്. അതിലൊന്നും തന്നെ അവിടെ എന്തെങ്കിലും സ്മെല്ലോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. വെള്ളത്തിലെ എണ്ണപ്പാടയോ അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഒരു വ്യത്യാസവും വെള്ളത്തിലൊന്നും കാണാനില്ല. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല. 4 കണ്ടെയ്നർ ഒഴുകി വരുന്നുണ്ട്. 4 നമുക്ക് നിലവിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അല്ലാതെ ഉള്ളിലൂടെ കണ്ടെയ്നർ തെക്ക് ഭാഗത്തേക്ക് ഒഴുകി പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഇവിടെ കരയിൽ അടിയാൻ ചാൻസ് വളരെ കുറവാണ്. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന 4 കണ്ടെയ്നർ ഏകദേശം ഒരു 15-20 മിനിറ്റിനുള്ളിൽ കരയിലെത്താനാണ് ചാൻസ്. ഓക്കെ, നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്, നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വളരെ അടുത്തായിട്ടുണ്ട്. വളരെ അടുത്താണ്. കടൽക്ഷോഭം ഉള്ളതുകൊണ്ട് അതിന്റെ തിരക്ക് ഉള്ളിലായിട്ടുണ്ട്. ഉള്ളിലായത് അത് പടിയാറേക്ക് പോയില്ല, കരയിലേക്ക് തന്നെ തിര അടിച്ചുകൊണ്ട് വരാനാണ് ചാൻസ്. ഓക്കെ, നിലവിൽ അവിടെ പോലീസും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, കൃത്യമായിട്ട് അകലം പാലിച്ച് തന്നെയല്ലേ നിൽക്കുന്നത്? അതെ, അങ്ങനെയായിരുന്നു. നേരത്തെ ഈ കണ്ടെയ്നർ 3 നമ്മുടെ കരയിൽ അടിഞ്ഞാണിരുന്നുണ്ടെങ്കിൽ ഹൈറ്റ് തുടങ്ങിയത് ഫ്ലോട്ടിംഗ് ആയിട്ട് തെക്ക് ഭാഗത്തേക്ക് പൈ ഒഴുകി കരയിലൂടെ തന്നെ പോകുന്നുണ്ട്. അങ്ങോട്ട് നമുക്ക് കരയിൽ കെട്ടാനോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും നമ്മളാരെയും അതിനടുത്തേക്ക് കൊണ്ടുപോകുന്നില്ല. മനസ്സിലായി. മാത്രമല്ല നല്ല കാലാവസ്ഥയ്ക്കും കുറച്ച് എനിക്കൊന്ന് മഴയും കാറ്റും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അതെ അതെ അതെ. നേരത്തെ ഈ കണ്ടെയ്നർ നമ്മുടെ ഈ പുലിമുട്ടില്ലാത്ത ഭാഗത്തായിരുന്നു ഇരുന്നത്, മണ്ണിന്റെ പുറത്തായിരുന്നെങ്കിൽ ഇപ്പൊ അത് ഒഴുകി പാറയുള്ള ഭാഗത്ത് പുലിമുട്ടും പാറയുള്ള ഭാഗത്തേക്ക് പോയിട്ടുണ്ട്, അല്ലേ? പോയിട്ടുണ്ട്. ഓക്കെ, ഈ ഭാരമില്ലാത്തത് തീരത്തെളിഞ്ഞ് കിടക്കുകയാണ്. ഓക്കെ. പ്രകാശനാണ്. ഈ പ്രദേശം മുഴുവൻ മത്സ്യത്തൊഴിലാളികളുടെ ജനവാസ മേഖല കൂടിയാണ്, അല്ലേ? അതെ. ഇത് ശക്തികുളങ്ങര ഹാർബറിന്റെ ഭാഗമായതുകൊണ്ടും ഹാർബറിലേക്ക് തീരത്തേക്ക് താമസിക്കുന്ന ആളുടെ മത്സ്യത്തൊഴിലാളികൾ വളരെ തിങ്ങി പാർക്കുന്ന ഏരിയയാണ്. ശക്തികുളങ്ങര, മരുത്തടി തീരദേശ ഏരിയയാണ്. ഓക്കെ, ഈ ഭാഗത്ത് നിന്ന് എന്തായാലും മത്സ്യബന്ധനത്തിന് ആരും പോയിട്ടില്ലല്ലോ, അല്ലേ?
ഓക്കെ, എനിക്കൊന്ന് പ്രകാശൻ ചെറിയൊരു ശബ്ദ വ്യത്യാസമുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിയെത്താം. അദ്ദേഹത്തിന്റെ ടെലിഫോൺ കോൾ. എനിക്കൊന്ന് കാലാവസ്ഥ പ്രതികൂലമാണ്. ഇപ്പോൾ ദിലീപ് ശക്തികുളങ്ങര ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. അവിടെ പ്രേക്ഷകർക്ക് കാണുന്ന ദൃശ്യങ്ങൾ ശക്തികുളങ്ങരയിലും ചെറിയഴീക്കിലും ചവറയിലുമായിട്ട് 7ഓളം കണ്ടെയ്നറുകളാണ് അടിഞ്ഞിരിക്കുന്നത്. 3 ശക്തികുളങ്ങരയിലാണ് അടിഞ്ഞിരിക്കുന്നത്. ക്ഷമിക്കണം, 4 ഇപ്പോൾ അടിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 1 തുറന്ന നിലയിലാണ്, ബാക്കി 3 സീൽഡ് ആണ്. ഇനി 4 കൂടി ഇപ്പോൾ ശക്തികുളങ്ങര തീരം ലക്ഷ്യമാക്കി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. തുറന്നു കിടക്കുന്നവയിൽ ഒന്നും തന്നെ ഇല്ല. ബാക്കി 3 സീൽഡാണ്. അതിൽ നിന്നൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. അവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയോ ഒരു തരത്തിലുള്ള ഗന്ധമോ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. എണ്ണപ്പാടയും നിലവിൽ നമുക്ക് ശക്തികുളങ്ങര തീരത്ത് കാണാൻ കഴിയുന്നില്ല. അതായത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ 73 കണ്ടെയ്നറുകൾ 623 കണ്ടെയ്നറുകളാണ് മൊത്തം ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. കപ്പൽ പൂർണ്ണമായിട്ടും കടലിൽ മുങ്ങിപ്പോയി. ആ 623 കണ്ടെയ്നറുകളും കടലിലേക്ക് വീണിട്ടുണ്ട്. അതിൽ ചിലത് ഈ പറയുന്ന രാസവസ്തുക്കളുള്ളവയാണ്. 12ഓളം കാൽസ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നറുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 13